വൃത്താന്തം. രചന ശ്രീ ദിനകരൻ ചങ്ങമനാട്. അവതരണം അജിത സത്യൻ. നാരായണ തിരുനാമം ചൊല്ലും നാരദരോധി മഹാബലിയോടായി അങ്ങു ഭരിച്ചൊരു നാട്ടിലെ ജനമിന്നെങ്ങനെ വാണിടുന്നെന്നോർക്കൂ. എന്തു ഭവിച്ചൻ നാട്ടാർക്കീ നാൾ ചിന്ത എനിക്കുണ്ടെന്നറിയുക നീ. വ്യാധി നിമിത്തം നാളുകളനവധിയാധി മുഴുത്തു വലഞ്ഞവരല്ലോ. വൃത്താന്തം പലതീ വിധമെന്നുടെ കാതിലണഞ്ഞതു ചൊല്ലിടുന്നേൻ. തീയു പടർന്നതു മൂലം നാട്ടിൽ വായുവുമില്ല ശ്വസിപ്പാൻ തെല്ലും. ചൊല്ലുവതെന്തിതു മാമുനിയാം നീ, അല്ലലിനെന്തൊരു മൂലം നാട്ടിൽ ഉള്ളതിനൊപ്പം വായുവിനിപ്പോൾ ഉള്ളതു ചൊല്ലു. വിലയേകിടണോ? വിലയുയരുന്നനുദിനവും സത്യം വലയുന്നവരതുകൊണ്ടും ചൊല്ലാം. വായുവിനേകിയതില്ലൊരു വിലയതിനായി ശ്രമിപ്പതുമില്ല ഭരിപ്പോർ. കാലാകാലം നാടു ഭരിപ്പാൻ പലരും ഒരുങ്ങി നടപ്പതു കാണാം. നാട്ടാരുടെ വ്യഥ തീർത്തിടാനായൊട്ടു ശ്രമിച്ചതുമില്ലവരാരും. വഴിയിൽ കാണാം മാലിന്യങ്ങൾ വഴിപോൽ നീക്കിയതില്ലെന്നോതാം. നീക്കിയതെല്ലാം ഒരു മല പോലെയൊരുക്കിയതുണ്ടൊരു നാട്ടിൽ കഷ്ടം. ഈ വിധമെല്ലാം ചെയ്തു തുണയ്ക്കാലാവും പോലെ കരാറുണ്ടാക്കാം. വേണ്ടതുപോലിതു ചെയ്തെന്നാകിൽ വേണ്ട ഇതോതരുതെന്നറിയുന്നേൻ. കുന്നുകണക്കേയുള്ളതിലൊരു നാൾ വന്നു പതിച്ചൊരു തീക്കനലയ്യോ. വാനിലുയർന്നൊരു പുകപടലത്താൽ ഞാനും കണ്ടില്ലൊന്നുമതോതാം. നാളുകൾ അനവധിയായൻ പൊന്നേ, ആളുകൾ ശ്വാസം മുട്ടി വലഞ്ഞു. കൊടിയും കൊണ്ടു നടന്നവരെല്ലാം ഓടിയകന്നോ കണ്ടതുമില്ല. ഇങ്ങനെയായാൽ എന്നുടെ പ്രജകൾക്കെങ്ങനെ വാഴാനാവും ശിവനേ. തൃക്കാക്കരയിലെ ദേവൻ തന്നെ തൃക്കാൽ കണ്ടു വണങ്ങുക തന്നെ. എന്നുടെ നാടിൻ ദുർഗതി നീക്കാൻ ഞാനങ്ങണയുക വേണം ചൊല്ലാം. നാടു ഭരിച്ചു തിമിർക്കുന്നവരുടെ തോടു പൊളിക്കാൻ ഞാനണയേണം. നടകൊണ്ടീ വിധമോദിയ മന്നൻ നാരായണനുടെ സന്നിധി പൂകാൻ സർവം കണ്ടൊരു പുഞ്ചിരി പൂണ്ടോൻ മേവുന്നവിടെ തൽപ്പത്തിന്മേൽ. കാലാകാലം പലവിധ വേഷം കെട്ടിയതാണവനെന്നറിയുന്നേൻ. മന്നൻ തന്നെ രോഷം തീർക്കാനിന്നവനേതൊരു വേഷം കെട്ടും.